ഇത് ഗ്രാൻഡ് മാജിക്കൽ സർക്കസ് പവർഡ് ബൈ കണ്ടംകുളത്തി കുങ്കുമ ചന്ദനാദി ഫെയർനെസ് ഓയിൽ ആൻഡ് അമൃത ബിന്ദു. നിർത്തൂ നിർത്തൂ നിന്റെ കീർവാണ ചാതുരി. നിങ്ങളാണോ? കലേശേട്ടന് വല്ല ശത്രുക്കളുണ്ടോ? ഇല്ല, നമുക്ക് തുടങ്ങാം. ഓക്കേ. ഇനി നീ ശബ്ദിച്ചാൽ നിന്റെ മരണം എന്ത് കൈകൊണ്ടായിരിക്കും? ആരാത്? എവിടുന്നാ? ഞാൻ കാണുന്നില്ല ആരെ. ഞാൻ അതാ നോയിക്കൊണ്ടിരിക്കുന്നത്. എന്ത് സംഭവിച്ചാലും ഇവിടെ ഈ ഫ്ലോറിൽ പ്രോഗ്രാം നടത്തും ഞാൻ. അതിന് നീ വേറെ ജയിക്കാം. ഞാൻ പിടിച്ചെടുക്കിയ ഈ സാമ്രാജ്യം എനിക്ക് സ്വന്തം. ഇവിടെ എന്റെ രാജ്ഞിയായി നീയും ഉണ്ടാകും. ഹലോ ഹലോ, നിർത്തടാ നിന്റെ കഫക്കെട്ട് ചിരി. നിർത്തടാ നിന്റെ കഫക്കെട്ട് ചിരി. അത് നല്ല പഞ്ചായിട്ട് മുന്നോട്ട് പോകും. ഹലോ ഹലോ, ഇങ്ങോട്ട്. ആരാ? ഓ സോറി, ഞാൻ എന്റെ കഥാപാത്രങ്ങളിൽ കിടന്നൊന്ന് കുന്തളിച്ചു പോയി, വിറകിപ്പോയി. താനാരാ? തയ്യാറാ? തയ്യാറാ? താനാരാ? താനാരാ? തയ്യാറാ? താനാരാ? ഞാൻ വെറുതെ ഒരു വായ്ത്താളം അടിച്ചതാണ്. വായ്ത്താരി പറഞ്ഞതാണ്. അല്ല, ശരിക്കും താങ്കൾ ആരാ? ശരിക്കും ഞാൻ ആരാണെന്ന് എന്നെ അറിയില്ല. ഞാനാണ് പ്രശസ്ത നാടക രചയിതാവ് സർവശ്രീ പുതുപ്പള്ളി ഭാസി. പുതുപ്പള്ളി ഭാസി? അതെ അതെ അതെ. അപ്പൊ താനാരാ തയ്യാറൊക്കെ ചുമ്മാ കളിച്ചതാ, എന്നെ പറ്റിച്ചാ, കളിയാക്കിയതാ? ഞാനിവിടെ എന്റെ പുതിയ നാടകത്തിലേക്ക് ഒരു നായികയെ ആവശ്യമുണ്ട്. ഇവിടെ ഒരുപാട് നടിമാർ വരുന്നു എന്ന് ഞാൻ അറിഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ വന്നതാണ്. എന്റെ പുതിയ നായികയെ തപ്പി. ആഹാ, ശ്രിത, ഇദ്ദേഹത്തിന്റെ നാടകത്തിലൊന്നും നോക്കുന്നതല്ല കേട്ടോ. താല്പര്യമുണ്ടോ? മുഖം കണ്ടിട്ട് എനിക്ക് കഥ കേൾക്കുമ്പോൾ ന്യൂ ജനറേഷൻ സംവിധായകനാണ് അല്ലേ? അങ്ങനെ ചോദിച്ചത്? സ്പൈക്ക് ഒക്കെ വെച്ചിട്ടാണല്ലോ സാറ് എഴുതുന്നത്. സ്പൈക്കോ? അതെന്താ? ഇത് തലമുടിയിൽ സ്പൈക്ക് വെച്ചേക്കാണല്ലോ. ഇതോ? അനി അത് പൈക്കല്ല. പിന്നെ ഇന്ന് രാവിലെ വീട്ടിലെ പശു പ്രസവിച്ചു. അപ്പൊ ഞാൻ കിടാവിനെ എടുക്കാൻ അവിടെ ചെന്നതാ. അപ്പൊ തള്ള പശു കിടാവിനെ എന്നെയും ചേർത്ത് വെച്ച് നക്കി. അതാണ് പൈക്കല്ല. പൈക്കല്ല. ആട്ടെ സാർ, ഒരു വർഷം എത്ര നാടകം എഴുതും? അതെ, 365 നാടകം എഴുതും. 365 നാടകോ? ഇതിനൊക്കെ ഉള്ള സബ്ജക്ട് എവിടെ സാർ? സബ്ജക്ട് ആണ് പറഞ്ഞ സമൂഹത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളല്ലേ. ഒരുപാട് സബ്ജക്ട് എന്റെ കയ്യിലുണ്ട്. ഒരുപാട് സബ്ജക്ട് എന്റെ കയ്യിലുണ്ട്. ഒറ്റപ്പാട് നിരവധി അനവധി സബ്ജക്റ്റുകൾ എന്റെ കയ്യിലുണ്ട്. ആട്ടെ, ഈ നാടകത്തിലെ നായകനാരാ സാർ?
അതിലാർക്കാണ് ഇത്ര സംശയം? എന്റെ നാടകത്തിൽ ഞാൻ തന്നെ നായകൻ. ഓഹോ, നിന്റെ നാടകത്തിൽ നീ നായകനാകുമല്ലടാ നായേ. അടിക്കരുത്. അയ്യോ, അതെ ചേട്ടാ, എന്തിനാ ആ പാവത്തിനെ എടുത്തിട്ട് അടിക്കുക? അയാൾ നാടകർത്തല്ലേ? അവൻ പറഞ്ഞത് കേട്ടോ, അവന്റെ നാടകത്തിൽ അവൻ നായകനാകാന്ന്. അയാൾക്ക് നാടകം എഴുതിയിട്ട് അയാൾക്ക് നായകനായിക്കൂടെ? ആയിക്കൂടെ. എന്നെ വെച്ച് നായകനാക്കി നാടകം എഴുതാന്ന് പറഞ്ഞ് 3 വർഷമായിട്ട് എന്റെ കയ്യിൽ നിന്ന് പൈസ പറ്റിക്കൊണ്ടിരിക്കുക. എന്നിട്ട് അവൻ പറഞ്ഞു കേട്ടോ അവൻ നായകനായിക്കൊള്ളാമെന്ന്. ഇല്ല ഇല്ല, വീടില്ല ഞാൻ. പിമ്പിരിമുടിയാ, നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? 6ാം ക്ലാസ്സിൽ തോറ്റ എന്നെ നാടകത്തിൽ കളക്ടറാക്കാന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ചു. കണക്കിന്റെ ABCD പോലും അറിയാൻ പാടാത്ത എന്നെ കണക്ക് സാറ് നാടകത്തിലാക്കാന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ എന്നെ കൊണ്ട് കണക്ക് പഠിപ്പിച്ചു. അതുകൊണ്ട് ഒരു ഗുണമുണ്ടായി. SLCക്ക് തോറ്റ 2 വിഷയം ഞാൻ എഴുതിയെടുത്തു. ഒരു കാര്യം ഉണ്ടായില്ല? ആ കാര്യം ഉണ്ടായി. ഇയാൾ ഈ പറയുന്ന പോലെ അങ്ങ് നാടകം എഴുതാൻ പറ്റുമോ? എടോ, നാടകത്തിന് ചില സങ്കേതങ്ങളുണ്ട്, നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. സങ്കേതം, നാടകത്തിന്റെ സങ്കേതം എനിക്ക് മനസ്സിലാവില്ല. പക്ഷെ നാടകം പൊളിഞ്ഞിട്ട് നീയൊക്കെ വന്ന് ഒളിച്ചിരിക്കണ സങ്കേതം എനിക്കറിയാം. പൊന്നു മോനെ, ഞാൻ അവിടെ വന്ന് ഇടിച്ചു നിന്റെ പരിപ്പ് ഞാൻ ഇളക്കും. ഞാൻ പറഞ്ഞേക്കാം, പരിപ്പ്. എടാ, ഇങ്ങനെ പേടിപ്പിച്ച് ഭീഷണിപ്പെടുത്തിയാൽ നാടകം എഴുതാൻ പറ്റുമോ? എനിക്ക് എഴുതാൻ പറ്റില്ല, ഞാനത് ചെയ്യില്ല. നീ ചെയ്യല്ലേ? ചെയ്യില്ല. ചെയ്യില്ലേ നീ? നാടകത്തിൽ പുരാണം വേണോ ചരിത്രം വേണോ? പുരാണം വേണോ ചരിത്രം വേണോ? പുരാണായങ്ങളോ ചരിത്രമായങ്ങളോ എനിക്ക് നായകനാണോ? അതെ, നിങ്ങൾ ഇപ്പൊ ഒരു തീരുമാനമായല്ലോ. നായിക വരുമ്പോ ഞാൻ വിളിക്കാം. അപ്പൊ നിങ്ങൾ പോയിട്ട് ബാക്കി സ്ക്രിപ്റ്റ് എഴുതിക്കോ. അല്ലേ? ചരിത്രം വേണോ പുണാരം വേണോ? ശരി, അവനെ നായകനാവാ. എന്നെ വെട്ടിക്കാൻ നോക്കാൻ ഞാൻ നടക്കുവോ? എന്റെ ഫ്രണ്ടിലെ മുടി ഞാൻ പറിച്ച പെണ്ണുങ്ങൾക്ക് പാത്രം തേക്കാൻ കൊടുക്കും. അമൃതയുടെ പ്രിയ പ്രേക്ഷകർക്ക് ഗ്രാൻഡ് മാജിക്കൽ സർക്കസിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ദിസ് ഇസ് ഗ്രാൻഡ് മാജിക്കൽ സർക്കസ്, പവർഡ് ബൈ കണ്ടംകുളത്തി കുങ്കുമചന്ദനാദി ഫെയർനെസ് ഓയിൽ ആൻഡ് അമൃത ബിന്ദു. ശ്രിത, യെസ്, ഇന്നത്തെ നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റിന്റെ കാര്യം പറയ് പ്രേക്ഷകരോട്. നമ്മുടെ കേരളത്തിന്റെ അഭിമാനം, ഇത്തവണത്തെ നമ്മുടെ നാഷണൽ അവാർഡ് കരസ്ഥമാക്കിയ ആ സുന്ദരി. ഒരേ സമയം തന്നെ നാഷണൽ അവാർഡും അതുപോലെ നാടകത്തിന് സംസ്ഥാന അവാർഡും നേടിയ ഒരേ ഒരാളെ ഇന്ത്യയിലുള്ളൂ, ആദ്യത്തെ ആൾ. ആ സുന്ദരിയാണ് ഇപ്പോൾ വേദിയിലേക്ക് വരാൻ പോകുന്നത്, നമ്മുടെ സ്വന്തം സുരഭി. This is Grand Magical Circus powered by കണ്ടംകുളത്തി കുങ്കുമചന്ദനാദി ഫെയർനെസ് ഓയിൽ ആൻഡ് അമൃത ബിന്ദു. എന്താ വൈകിയേ? വീണ്ടും സ്വാഗതം നമ്മുടെ ഗ്രാൻഡ് മാജിക്കൽ സർക്കസിന്റെ വേദിയിലേക്ക്. നമ്മൾ പറഞ്ഞത് കേട്ടില്ലായിരുന്നു സ്റ്റാർട്ടിങ്? ഇല്ല, നിങ്ങൾ അതിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടാവില്ല. പുകഴ്ത്തിയതായിരിക്കും. എന്താ പറഞ്ഞെന്നറിയോ? ഒരേ വർഷം തന്നെ നാഷണൽ അവാർഡ് മേടിക്കുന്നു നല്ല അഭിനേത്രിയായിട്ട്, അതുപോലെ സംസ്ഥാന അവാർഡ് നാടകത്തിന് നല്ല അഭിനേത്രിയായിട്ട്. ഇത് രണ്ടും കൂടി ഇന്ത്യയിൽ ഒന്നിച്ച ഒരേ ഒരാളെ ഉള്ളൂ, അതാണ് സുരഭി. നമ്മുടെ സ്വന്തം, നമ്മുടെ പ്രിയപ്പെട്ട സുരഭി. അതെ, അത് സിനിമാക്കാരുടെ സ്വന്തം സുരഭി, നാടകക്കാരുടെയും സ്വന്തം സുരഭി. ആദ്യം കിട്ടിയത് കേരള സംഗീത നാടക അക്കാദമിയുടെ അവാർഡാണ്. ഈ വർഷം ഫസ്റ്റ് കന്നി അവാർഡ് അതായിരുന്നു നാടകത്തില്. ബോംബെ ടൈലേഴ്സ് എന്ന് പറഞ്ഞിട്ട് കെ വിനോദ് കുമാർ വളാഞ്ചേരി സംവിധാനം ചെയ്ത നാടകം 2 പ്രാവശ്യം അത് കിട്ടാൻ തുടങ്ങിയിട്ട് 2008-ലും 2010-ലും യക്ഷിക്കഥകളും നാട്ടുവർത്തമാനങ്ങളും എന്ന് പറഞ്ഞ നാടകത്തിന്. പക്ഷെ അപ്പം സിനിമയിൽ അവാർഡ് കിട്ടുന്നൊന്നും വിചാരിച്ചില്ല. പിന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ സ്പെഷ്യൽ ജൂറി പരാമർശം സെയിം സിനിമയ്ക്ക് തന്നെ കിട്ടി. അന്ന് രാവിലെ തന്നെയായിരുന്നു ഫിലിം ക്രിട്ടിക് അവാർഡ് കിട്ടിയത്. അവന് 2 ദിവസം കഴിയുകയും വയലാർ അവാർഡ് അതേ സിനിമയ്ക്ക് തന്നെ കിട്ടി. പിന്നെ അത് നാഷണൽ അവാർഡ് എത്തിയപ്പോൾ നിന്നു. അവിടെ നിന്ന് അങ്ങോട്ട് അവാർഡുകളുടെ പൂരമായിരുന്നു അല്ലേ? ശരിക്കും റോക്കറ്റ് വിട്ട് കളിക്കുന്ന മാതിരി. പിന്നെ സുരഭി, ഇവിടെ ഇരിക്കുന്നവരെ കണ്ടോ? ഗവൺമെന്റ് ലോ കോളേജിലെ സ്റ്റുഡൻസ് ആണ്, ഭാവിയിലെ വക്കീലന്മാരാണ്. കോടതി മുറികളിലെ ശബ്ദമാണ് ഈ ഇരിക്കുന്നത്. അപ്പോ ഇവർ ചോദിച്ചത് സുരഭിയുടെ അത്രയും സിമ്പിൾ ആണോ ഇവിടെ വരുന്ന എല്ലാവരും എന്ന് വെച്ചാൽ സുരഭി അത്രയും സിമ്പിൾ ആണെന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞു ഇതിനോടകം തന്നെ. താങ്ക് യു. അല്ല, ഇവിടെ വരുന്ന ആൾക്കാർ സിമ്പിൾ ആണോ? നിങ്ങൾ ഉത്തരം പറഞ്ഞില്ലേ? പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അവർക്കറിയാം. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ എപ്പോഴും നമ്മളായിട്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെ ആവാനാണ് കുറച്ചും ബുദ്ധിമുട്ട്. കാരണം നമ്മളെല്ലാവരും എവിടെ പോയാലും നമ്മളൊരു ഫ്രെയിമിലേക്ക് ഒതുക്കാൻ വേണ്ടിയിട്ട്, അയ്യോ നിങ്ങളൊരു നടിയല്ലേ, ഇങ്ങനെയല്ലല്ലോ പെരുമാറേണ്ടത്,
ഇങ്ങനെയല്ലല്ലോ സംസാരിക്കേണ്ടതെന്ന്. എനിക്കിപ്പോൾ നാഷണൽ അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞാലും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു വണ്ടി തട്ടി കയ്യോ കാലോ ഒടിഞ്ഞു പോയാൽ എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ പറ്റുമോ? പറ്റൂല. ഒരു സിഗരറ്റ് കുറ്റി നമ്മുടെ മുഖത്ത് വീണ് കഴിഞ്ഞാൽ പൊള്ളി കഴിഞ്ഞാൽ തീർന്ന് നമ്മളൊക്കെ കഥ. അപ്പം ആ ഒരു ബോധം എപ്പോഴും ഉണ്ടാകുമ്പോൾ നമുക്ക് ആ ഒരു സാധനം കൂടി ഉണ്ടാവണം. നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ ഇതൊക്കെ ഏത് നിമിഷവും പോകാവുന്ന. കാരണം ഒരു നിമിഷം കൊണ്ടാണ് ഞാൻ നാഷണൽ അവാർഡ് വിന്നറായത്. അതേ ദൈവത്തിന് തന്നെ ചിലപ്പോൾ ഒരു നിമിഷം കൊണ്ട് പലതും അല്ലാതെ ആക്കാൻ കഴിയും. ഈ ഒരു സ്വഭാവമാണ് നമ്മുടെ സുരഭിയെ എന്താ പറയാ എല്ലാവരിൽ നിന്നും ഏറ്റവും വ്യത്യസ്തയാക്കുന്നത്. നമുക്ക് വലിയൊരു കൈയടി കൊടുക്കാം. നമ്മുടെ ഗ്രാൻഡ് മാജിക്കൽ സർക്കസിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അഭിമാനത്തോടു കൂടി, ഒരല്പം അഹങ്കാരത്തോടു കൂടി ഒരു സ്വാഗതം. അതെ, ഇവിടെ എനിക്ക് അഹങ്കാരത്തോട് കൂടിയിട്ട് തന്നെ നിൽക്കാം. കാരണം ഇത് എന്റെ ഫ്ലോറാണ്. ഒരു കൈയടി. പിരിയില്ല നാഥാ, പിരിയും. നമ്മൾ പിരിയില്ല. പിരിയും. പിരിയില്ല. പിരിയും. പിരിയില്ല. പിരിയും. പിരിയാൻ നീ എന്നാ കവർ പാലോ? ഒരു ഇംഗ്ലീഷ് അധ്യാപകനാണ് ഇനി ഈ വേദി കൈയടക്കാൻ പോകുന്നത്. അതെ, അദ്ദേഹം നമ്മളെല്ലാം ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ പോവാണോ എന്താണെന്ന് അറിയില്ല. നമുക്ക് വന്നിട്ട് നോക്കാം അല്ലേ? ചിലപ്പോൾ ഒരു ഇംഗ്ലീഷ് ക്ലാസ് ആയിരിക്കും, മേ ബി. അപ്പൊ നമുക്ക് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഇംഗ്ലീഷ് അധ്യാപകൻ ശ്രീജിത്ത് വിയൂർ. This is Grand Magical Circus, powered by Kandam Kolati Kunguma Chandanadi Fairness Oil and Amrita Bindu.
It's my life. വളരെ സ്വീറ്റ് മാജിക് ആയിരുന്നു അല്ലേ? അതെ അതെ അതെ. കോഴിക്കോട്ടെ മാജിക്കാരെ കണ്ടിക്കുക. കോഴിക്കോട്ടെ മാജിക്കാരെ കണ്ടിക്ക. ഒരു മായാജാലമാണ് കേട്ടോ. അതെ അതെ, അതൊരു മായാജാലമാണ്, സിനിമയിലെ മായാജാലമാണ് അല്ലേ? വിസ്മയമാണ്. ശ്രീധരൻ, നമ്മള് അല്ലാണ്ട് ടി വിയിൽ ഇതിലൊക്കെ ഞാനിപ്പോ കുറെ കാലത്തിന് ശേഷം അടുത്ത് നിന്നിട്ട് മാജിക് കാണുന്നത്. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ അത് മാത്രല്ല, നിങ്ങൾ ഭയങ്കര ചിരിച്ച് സ്വീറ്റ് ആയിട്ട് ആൾക്കാരെയൊക്കെ മയക്കിയിട്ടാണ് നിങ്ങൾ മാജിക് ചെയ്യുന്നത്. ശരിക്കും സുരഭി മയങ്ങിപ്പോയി. സുരഭി പിടിച്ചിരുന്ന മേശ എന്നെ പൊങ്ങി പൊങ്ങി പോയപ്പോഴത്തേക്ക് എന്താ തോന്നി? ഞാൻ അതിന്റെ ഉള്ളിൽ എന്തോ കാന്തം വെച്ചിട്ടുണ്ടെന്നൊക്കെ ഞാൻ തപ്പാൻ നോക്കാം, എന്താ അതിന്റെ ട്രിക്ക് അറിയാൻ വേണ്ടിട്ട്. അപ്പൊ എന്നിട്ട് എന്തെങ്കിലും കിട്ടിയോ? ഇല്ല, കോഴിക്കോട്ടുകാർക്ക് ഒരു പ്രത്യേക ട്രിക്കാ. അത് പറഞ്ഞു കൊടുക്കുന്നത് ഇല്ല, അവറിയില്ല. എന്തായാലും ഭയങ്കര എക്സ്പ്രസീവ് ആയിരുന്നു ഫേസ് ഒക്കെ. നമ്മള് മാജിക് ഒരു സെക്കൻഡ് എടുക്കുന്ന ടൈമിൽ നമ്മൾ ഫേസിലേക്ക് ഇങ്ങനെ നോക്കി പോകും, അത്ര എക്സ്പ്രസീവ് ആയിട്ടായിരുന്നു. എന്തായാലും വലിയ ആത്മഹർഷമുണ്ട് ഈ വേദിയിൽ, ഈ ഫ്ലോറിൽ നിൽക്കുമ്പോൾ. കാരണം ഒരുപക്ഷെ പ്രാദേശികമായി ഒതുങ്ങിപ്പോയേക്കാവുന്ന ഞങ്ങളുടെ കഴിവ് എന്ന് ഞാൻ പറയുന്നില്ല, ഞങ്ങളുടെയൊക്കെ ഈ വിദ്യകൾ ഒരുപക്ഷെ ലോകം അറിയപ്പെടുകയും ലോകത്തോളം വ്യാപിക്കുകയും ചെയ്യുന്ന ഒരു സാങ്കത്യം, ഒരു സംഗതിയുണ്ടല്ലോ, അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ അനുഗ്രഹമാണ്. അപ്പോൾ എന്തായാലും ഈ വേദിക്ക് ഞാൻ അത്രയും എൻ്റെ ഉള്ളിലുള്ള ഹൃദയം കൊണ്ടുള്ള സ്നേഹം അറിയിക്കുകയാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം. ഇത് ഗ്രാൻഡ് മാജിക്കൽ സർക്കസ് പവർഡ് ബൈ കണ്ണം കുളത്തി കുങ്കുമ ചന്ദനാദി ഫെയർനെസ് ഓയിൽ ആൻഡ് അമൃത ബിന്ദു. സുരഭി, मेरी माई का रंग सच्चाई का हर अच्छाई का है माए माए. നാണത്തോടെ കുമാര, അപ്പോ കുമാരൻ ഭഗവതി ഭഗവതി ഏതമ്പലത്തിലെ ഭഗവതിയാണ്? എടോ, ഭഗവതി എന്നല്ലോ ഞാൻ പറഞ്ഞത്. ഇത് പുള്ളൻ പുല്ലിക്കുന്നിൻ മേലെ കാവടി എന്തും മേളം, ഇന്നക്കരയുള്ളവൻ ഇക്കരയെത്തും തക്കിടി തക്കിലടി മേളം. ഇത് മാമലമേലെ സൂര്യനുദിക്കും പുലരിക്കതിരിൻ വെള്ളിത്തേര്, കാടും മലയും പുഴയും കടന്ന് കേറി വരുന്നൊരു വള്ളിത്തേരാണേ. ഇത് ഗ്രാൻഡ് മാജിക്കൽ സർക്കസ് പവർഡ് ബൈ കണ്ണം കുളത്തി കുങ്കുമ ചന്ദനാദി ഫെയർനെസ് ഓയിൽ ആൻഡ് അമൃത ബിന്ദു. അപ്പൊ ആരാണ് പെർഫോം ചെയ്യാൻ വരുന്നത്? വരുന്നുണ്ട് അതെ പൊളിക്കാനായിട്ട്. അതെ, അശോക് ആൻഡ് ആനന്ദ് ഫ്രം മധുരൈ. This is Grand Magical Circus. Powered by Kandam Kulati Kunguma Chandanadi Fairness Oil and Amrita Bindu.
ഞാനോ? അവിടെ ഇരിക്കുമ്പോൾ ഇത് ഭയങ്കര എളുപ്പമായിട്ട് തോന്നും. ചെയ്തോ, നിനക്കായിരുന്നല്ലോ തോര. എനിക്കില്ല. സുരഭി It's not possible. ஒரு ரெண்டு நாள் கிடைச்சா இது கண்டிப்பா பண்ணுவேன். പക്ഷെ നമുക്ക് കാണുമ്പോ അങ്ങനെ ഒരു എന്താ പറയാ, കാണുമ്പോ ഭയങ്കര ഈസി ചെയ്യാൻ ആയിട്ട് തോന്നുന്നുണ്ട്. പറ്റുമെന്ന് നമുക്ക് തോന്നുമെങ്കിലും എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും അത് ചെയ്യാൻ പറ്റുന്നു. അതെ. കാരണം Practice. എത്ര നാളത്തെ പ്രാക്ടീസ് ആണ് ഇത്? எவ்வளவு நாள்? എவ்வளவு നാള്? Plastic அது 10 years. எல்லாத்துக்கும் 10 years. 10 ഇയേഴ്സിന്റെ പ്രാക്ടീസ് കൊണ്ടാണ് ഇവർ ഇത് ചെയ്തത്. നമുക്ക് കാണുമ്പോൾ തോന്നും ഇപ്പൊ ചെയ്യാൻ പറ്റും അല്ലെ, ഓഡിയൻസും ചെയ്തു നോക്കിയപ്പോ ഇപ്പൊ ചെയ്യാൻ പറ്റും എന്ന് തോന്നും, പക്ഷെ ഒരിക്കലും ഇല്ല. കാരണം അതിന്റെ ബാലൻസിങ് ഭയങ്കര ഇതാണ്, അപാരമായ ഭയങ്കര ഒരു ടൈമിങ്ങും ബാലൻസിങ്ങും ആണ്. അത് എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും 2 ഡേയ്സിൽ ചെയ്യാൻ പറ്റുന്നൊക്കെ നമുക്ക് തോന്നും. ഇപ്പൊ അങ്ങനെ പറയ, നീ നശിപ്പിക്കല്ലേ. 2 ദിവസം കഴിഞ്ഞാൽ പറ്റുമെന്ന് പറ. 2 ദിവസം കഴിഞ്ഞാൽ പറ്റും. നാഷണൽ അവാർഡ് മേടിച്ച താരമാണ് നീ. അങ്ങനെ അങ്ങനെയല്ല, ഇവളുടെ അടുത്ത് ഞാൻ പറഞ്ഞതാ. അതെ, മനസ്സിലായി. 2 ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റും. പറ, കോൺഫിഡൻസ്. സുരഭിക്ക് 2 ദിവസം കൊണ്ട് എന്താണെങ്കിലും ചെയ്യാൻ പറ്റും. കൈയടിക്ക്. இந்த ஆக்ட் வந்து நாங்கள் 2 பேரும் ப்ராக்டிஸ் பண்ணது வந்து ஒரு 5 டேஸில் ரெடி பண்ணிட்டோம். ப்ராக்டிஸ் பண்ணியாச்சு. ஆனால் இது ரெடி பண்ணுறது வந்து நாங்கள் 2 பேரும் ஓனாக ரெடி பண்ணது. இது ஒரு நார்மல் பிளாஸ்டிக் பாக்ஸ் வச்சு ரெடி பண்ணோம் நாங்கள். அதுக்கப்புறம் ப்ராக்டிஸ் பண்ணியாச்சு. ஒரு ஆள் பண்ணிடுவோம், ஆனால் 2 பேரும் ஒரே மாதிரி பண்ணணும்ல, அதுக்கு தான் கொஞ்சம் டைம் எடுத்துகிட்டு இருந்துச்சு. அதுக்கப்புறம் ஒரு 1 வீக்லேயே நாங்கள் ப்ராக்டிஸ் பண்ணி முடிச்சிட்டோம் இந்த ஆக்ட். ഇതിന്റെ ട്രിക്ക് ഞങ്ങൾക്ക് കുറച്ചു നേരം പഠിക്കണം. അതിനൊരു ചെറിയ ബ്രേക്ക് വേണം. നമുക്കൊരു ഷോർട്ട് ബ്രേക്ക് എടുത്ത് ഉടനെ തിരിച്ചു വരാം. ദിസ് ഇസ് ഗ്രാൻഡ് മാജിക്കൽ സർക്കസ് പവർഡ് ബൈ കണ്ടം കുളത്തി കുങ്കുമ ചന്ദന, ദി ഫെയർനെസ് ഓയിൽ ആൻഡ് അമൃത ബിന്ദു. നാം ഇനി പിരിയില്ല. നാദാ, പിരിയും. നമ്മൾ പിരിയില്ല. പിരിയും. പിരിയില്ല. പിരിയും. പിരിയില്ല. പിരിയും. പിരിയാൻ നീ എന്നാ കവർ പാലോ? वो फितूर है, नाचूंगा नाचूंगा दिल मजबूर है। आज की शाम मेरी माँ के है नाम, मेरी माँ मुझे देखेगी नाचना जरूर है। मैं जीतूं या हारूं मुझे नाचना जरूर है। मेरी माँ मुझे देखेगी ना। അവർ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. സന്തോഷം കൊണ്ട് തുള്ളിച്ചാടണം എങ്ങനെയാണോ? സന്തോഷിച്ച് പറയടാ. സന്തോഷിച്ച് പറ. അവർ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ഹലോ ചേട്ടാ, ഹലോ. ഒരു മനുഷ്യനെ ഇങ്ങനെ ഇട്ട് തല്ലിയാലോ? അത് മനുഷ്യനല്ലേ? ചോദിക്കണേ എഴുതാൻ വരേക്ക്. എന്തിനാ ഇങ്ങനെ തല്ലി ചതക്കുന്ന അയാളെ? കാര്യമുണ്ടെന്ന്. എന്താണ്? എന്നെ നായകനാക്കി നാടകം എഴുതാന്ന് പറഞ്ഞോണ്ട് 3 വർഷമായിട്ട് നടത്തുക. എന്റെ കയ്യിൽ നിന്ന് കാശം ദൂരെ പോയിന്നറിയാമോ? ആണോ? ആ പിന്നെ നീ എന്നടാ വിമാനം കണ്ടിട്ടില്ലേ? വിമാനം കാണുമല്ലോ, ഞാൻ ആലോചിക്കുമായിരുന്നു. ആ, ഇതൊക്കെ നേരത്തെ ആലോചിക്കണായിരുന്നു ഇങ്ങനെ വരുമെന്ന്. ഇവിടെ നിന്നല്ല ആലോചിക്കേണ്ടത്, മനസ്സിലായോ? എഴുതാ. ഞാൻ എല്ലാം എഴുതി വെച്ചോ. ഇയാൾ ഇനി അഭിനയിച്ച് കാണിച്ചാൽ മതി. വായിക്ക്. നായികയില്ലല്ലോ. നായിക റെഡിയാക്കി തരാന്ന് പറഞ്ഞിട്ട്. നായികനെ റെഡിയാക്കി തരാന്ന് പറഞ്ഞ നായിക ഇദ്ദേഹമാണോ? അദ്ദേഹം അദ്ദേഹമാണ് അദ്ദേഹം. അദ്ദേഹം ഇദ്ദേഹം. അതെ, റെഡിയാണോ? അത് ഞാൻ ചെയ്യാം സാർ. എനിക്ക് നാടകമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചേച്ചി വാ. അല്ലേ? നമസ്കാരം സാർ. നമസ്കാരം. ഷേക്സ്പിയറിനെ വെല്ലുന്ന രചനകളൊക്കെ ആണെന്നാണ് കലാശേട്ടൻ പറഞ്ഞത്. ഞാൻ ആ ഒരു രീതിക്ക് എന്നെ വെല്ലുന്ന എതിരാളിയോ? ആരാണ് ഈ ഷേക്സ്പിയർ? അല്ല,
അല്ല ഒരാളാ ആ, പരിചയം ഉണ്ടാവില്ല. അപ്പൊ തുടങ്ങാണ്ട്. ശരി സർ. ഞാനാണ് ഇതിന്റെ പ്രൊഡ്യൂസർ. കുളിക്കാൻ അവസരം തരുവാണ് തൊട്ടഭിനയിക്കലൊന്നും വേണ്ട. അല്ലേ? അപ്പൊ രാജകുമാരി നടന്നു വരുന്നു. അപ്പൊ ഡയലോഗ് ഞാൻ പ്രോമിറ്റ് ചെയ്ത് തരും. അപ്പൊ അത് പറഞ്ഞാൽ മതി. ഓക്കെ. ഓക്കെ, നടന്നു വരും. കുമാര, തെണ്ടി, എന്റെ അപ്പനെ വിളിച്ചാൽ ഞാൻ നിന്നെ കൊല്ലും. അപ്പനോ? ആ, പൂനം കുമാരൻ എന്റെ അപ്പനാ അത്. അയ്യോ, എന്തൊരു കഷ്ടമാന്ന് പറ. എടാ, നിന്റെ അപ്പനെയല്ലേ ഞാൻ വിളിച്ചത്. മുതലാളി ആരാന്നാ വിചാരം? ആരാ? മുതലാളി കുമാരനാണ്, രാജകുമാരനാണ്. ഞാനോ? ആ, എന്റെ ദൈവം, നാട്ടുകാരൊക്കെ അംഗീകരിക്കൂടവേ. മുതലാളി രാജകുമാരനാണ്, ഇത് രാജകുമാരിയാണ്. അങ്ങനെ ചുരുക്കി വിളിച്ചതാണ് കുമാരാന്ന്. എന്റെ ഒരു ഭാഗ്യം. സാർ നായകനെ മാറ്റാൻ പറ്റുമോ സാർ? എന്ത് പറ്റി? അല്ല ഒന്നുമില്ല. എന്റെ കൂടെ ഒന്ന് അഭിനയിച്ച് എത്തിക്കാൻ പറ്റുന്നില്ലല്ലേ? അല്ല, എത്തിക്കാൻ പറ്റുമോ നോക്കാം. അപ്പൊ റെഡിയല്ലേ? റെഡി സാർ. നടന്നു വരൂ. നാണത്തോടെ. കുമാര. അപ്പോ കുമാരൻ. ഭഗവതി. ഭഗവതി ഏതമ്പലത്തിലെ ഭഗവതിയാണ്? ഇവിടെ ഭഗവതി എന്നല്ലോ ഞാൻ പറഞ്ഞത്. ഭഗവതി എന്നാണോ? മുതലാളി വിളിച്ചത് നാക്കുകൊണ്ട് തന്നെ വേറെ വല്ലതും വിളിപ്പിക്കരുത്. ഇല്ല ഇല്ല ഇല്ല, ഞാൻ വിളിപ്പിച്ചോളാം. ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കൂ പ്ലീസ്. ഭഗവതി. ഭഗവതിക്ക് നാണം. ഭഗവതിക്ക് നാണം. അത് എന്റെ ഇമോഷനാണ് പറഞ്ഞത്. രണ്ടും കൂടെ അഭിനയിക്കുകയാണെങ്കിൽ പിന്നെ പുള്ളിക്ക് അങ്ങ് അഭിനയിച്ചാൽ പോയി. നിങ്ങൾ രാജകുമാരൻ മാത്രമാണ്. രാജകുമാരി ആവണ്ട കേട്ടോ. അത് അഭിനയിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, എനിക്കൊരു സങ്കടം ബോധിപ്പിക്കാനുണ്ട്. എനിക്കൊരു സങ്കടം ബോധിപ്പിക്കാനുണ്ട്. എന്താണ് ഭഗവതി കുമാരി, എന്താണ് അങ്ങയുടെ സങ്കടമെന്ന്? എന്താണ് അങ്ങയുടെ സങ്കടമെന്ന് അരുൾ ചെയ്താലും. റെഡി. എന്താണ് അങ്ങയുടെ സങ്കടമെന്ന് അരുൾ ചെയ്താലും. കുമാരൻ അടുത്തോട്ട് ചെല്ല്. മഹാവൈര്യത്തിനായി ഇരു രാജ്യങ്ങളും കോപ്പ് കൂട്ടുകയാണ്. ഈ സാഹചര്യത്തിൽ നമ്മുടെ സ്നേഹം അതെന്തിനാ കരയുന്നത്? എന്തിനാണ് മുതലാളി? ഞാൻ പറഞ്ഞു തരത്തില്ല, ഞാനല്ലേ ഇവിടെ നിൽക്കുന്നത്. ശ്രദ്ധിച്ചു കേൾക്കൂ. മഹാവൈര്യത്തിനായി മഹാവൈര്യത്തിനായി ഇരു രാജ്യങ്ങളും കോപ്പ് കൂട്ടുകയാണ്. കോപ്പ കൂട്ടണോ? എന്തെങ്കിലുമൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ ഈ സാഹചര്യത്തിൽ നമ്മുടെ സ്നേഹം കറക്റ്റ്. ഇനി കുമാരി, പ്രാണനാഥ, നമ്മൾ തമ്മിൽ പ്രണയബദ്ധരാണെന്ന വാർത്ത ഏതോ കിങ്കരന്മാർ രാജസന്നിധിയിൽ എത്തിച്ചു. ഇനി നാം എന്ത് ചെയ്യും? ഇങ്ങനെയോ? ഇനി നാം എന്ത് ചെയ്യും? കാലിങ്ങനെ മുന്നോട്ടൊക്കെ വെക്കണോ? അതൊക്കെ ഓവർ ആവില്ലേ സാർ? ഇങ്ങനെ വെച്ചോ, പറയുന്ന കേൾക്കൂ നിങ്ങൾ. ഇനി നാം എന്ത് ചെയ്യും? അപ്പോൾ ചായ കുടിച്ചിട്ട് വന്നാലോ? എടാ, പെടലി വെട്ടി ഞാൻ താഴെ ഇടും. ഞാൻ പറഞ്ഞ കേട്ടോ, പറയുന്നത് ചെയ്യത്തതുമില്ല, തർക്കത്തിലൂടെ പറയുന്നു. ഇനി നിന്റെ ഡയലോഗാ. അധികം കസറും. ഈ ഡയലോഗ് കഴിഞ്ഞ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ, നാടകത്തിൽ ഈ ഡയലോഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പൊരിഞ്ഞ യുദ്ധമാണ്. യുദ്ധം എന്ന് പറഞ്ഞാൽ ഭയങ്കര യുദ്ധം. ഇരു രാജ്യങ്ങളും തമ്മിൽ പൊരിഞ്ഞ യുദ്ധം. കാരണം നിങ്ങളുടെ പ്രേമമാണ് ഇതിന്റെ കാരണം. നിങ്ങളുടെ പ്രേമം കാരണമാണ് പൊരിഞ്ഞ യുദ്ധം നടക്കാൻ പോകുന്നത്. ഓക്കെ, റെഡി? ഏത് യുദ്ധവും വന്നോട്ടെ. എങ്ങനെയാലും പോട്ടെ. ഏത് യുദ്ധവും വന്നോട്ടെ. സർവ്വതും ചാമ്പലായിക്കോട്ടെ. സർവത്തിൽ ചാമ്പൽ വീഴ്ത്തിക്കോട്ടെ. നിനക്കെന്നാ ഷുഗർ ഉണ്ടോ? സർവത്തെടുത്ത് ചാമ്പലിൽ ഒഴിക്കുന്നു. ഇവനെ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയുന്നത്? എന്തൊരു കഷ്ടമാണെന്ന് പറ. ഞാനിനി ഇറങ്ങി മിങ്കിൾ ചെയ്ത് അഭിനയിക്കണം. ആണോ? ആ, മിങ്കിൾ ചെയ്യേ. അതിനവര് സമ്മതിക്കുവോ? ഞാൻ കാണിച്ചുതരാം. ഏത് യുദ്ധവും വന്നോട്ടെ. സർവ്വതും ചുട്ട് ചാമ്പലായിക്കോട്ടെ. എങ്കിലും നമ്മൾ തമ്മിലുള്ള ബന്ധം നാം ഇനി പിരിയില്ല. നാഥാ, പിരിയും. നമ്മൾ പിരിയില്ല. പിരിയാൻ നീ എന്നാ കവർ പാലോ?
അയ്യോ ഇത് നാടകത്തിലുള്ളതല്ലല്ലോ. അപ്പൊ 2 പിള്ളേര് ഞാനുമോ? അവരെ കണ്ണുകെട്ടി ഏതെങ്കിലും കാട്ടിൽ കൊണ്ട് കറക്കി വിടൂ. ഏ ഇത് നാടകത്തിലുള്ളതല്ലല്ലോ. നാടകത്തിലുള്ളതല്ല, ഇത് ജീവിതത്തിലുള്ളതാ. അയ്യോ രമണി നീ എന്താ ഇവിടെ? ഞാൻ എന്താ ഇവിടെന്നോ? നിങ്ങൾ ഇവിടെ എന്തോ കാണിച്ചു കൂട്ടുന്നത്? രമണി ഇത് നാടകമാണ്. ഇത് നാടകമല്ല, ഇത് ജീവിതമാ. ഇത് നാടകമല്ല. നിങ്ങൾ ചെരുപ്പ് പോലെ അവരെ അഴിച്ചു കളഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ എന്ത് കാണിക്കുമായിരുന്നു? എനിക്ക് അറിയണം. എന്ത് കാണിക്കുമായിരുന്നു? അല്ല ഒരു പുരാണ നാടകത്തിൽ ഞാൻ കുമാരി, ഇദ്ദേഹം കുമാരനുമാണ്. അപ്പൊ ഞങ്ങളൊന്ന് മിങ്കിള് ചെയ്ത് അഭിനയിച്ചു എന്നേ ഉള്ളൂ. അല്ലടാ, ഇത് എല്ലാത്തിനും ദൃശ്സാക്ഷി പുള്ളിക്കാരൻ ചോദിക്കേ. ഇവര് നാടകമാണോ കളിച്ചത്? ഇത് നാടകമല്ല. നാടകം ഇത് ഇങ്ങനെയാണോ നാടകം? ഞാൻ നാടകം എടോ, ഞാനും കുറെ നാടകം കണ്ടിട്ടുണ്ട്. വീട്ടിലോട്ട് വാ, വീട്ടിലോട്ട് വാ. ചെരുപ്പെടുത്തട്, ചെരുപ്പെടുത്തട്, ചെരുപ്പെടുക്ക്. വീട്ടിലോട്ട് പോ. നാടകമാണ്. നാടകമല്ല. നമുക്കൊന്ന് മിങ്കിളായാലോ? സുരഭി, പുള്ളിയുടെ സബ്ജക്റ്റ് ഒക്കെ ആദ്യം കേട്ടപ്പോഴത്തേക്ക് നല്ല സബ്ജക്റ്റ് ആണെന്നാ തോന്നിയത്. അതെനിക്കൊരു ബാഹുബലി ടച്ചൊക്കെ വന്നു. അതെ, ആ. പക്ഷെ ഇത് ചെയ്തു വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ മഹായുദ്ധമായി പോയി. സത്യം, പുള്ളിയുടെ നാക്ക് അറം പറ്റിപ്പോയി. അതെ, നമുക്കൊരു ചായ കുടിച്ചാലോ? ചായ അല്ല, നല്ലൊരു സുലൈമാനി എന്നെ കുടിച്ചാളാം. നല്ല ഒരു സുലൈമാനി ബ്രേക്ക്. അതാണ് അതാണ് ഇത് ഗ്രാൻഡ് മാജിക്കൽ സർക്കസ്. പവർഡ് ബൈ കണ്ടംകുളത്തി കുങ്കുമ ചന്ദനാദി ഫെയർനെസ് ഓയിൽ ആൻഡ് അമൃത ബിന്ദു. This is Grand Magical Circus. Powered by കണ്ടംകുളത്തി കുങ്കുമ ചന്ദനാദി ഫെയർനെസ് ഓയിൽ ആൻഡ് അമൃത ബിന്ദു. വേദിയിൽ ഇനി ഒരു യുദ്ധം തന്നെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. യുദ്ധത്തിന് തയ്യാറാണോ? തീർച്ചയായിട്ടും. വെൽക്കം JD Crew. This is Grand Magical Circus powered by കണ്ടംകുളത്തി കുങ്കുമ ചന്ദനാദി ഫെയർനെസ് ഓയിൽ ആൻഡ് അമൃത ബിന്ദു. घड़ी है देखो सबसे बड़ी, मुझसे बस 2 कदम पे देखो जीत खड़ी है। मुझे कब से इंतजार था आज की शाम का, अब देखो क्या करता है ये बंदा हिंदुस्तान का, जो किसी के भी आगे झुका नहीं। हाँ मैं हूँ उस देश का, तू बैठ के ले नजारा इस ट्रेबल और बेस का। सीधा चलूं या चलूं ढाई ढाई चाल, मैं खेल मेरा होगा ये देख लंबी रेस का। मिट्टी का कर्ज है मैं मर के भी चुकाऊंगा, तुझे मिट्टी कर दूंगा या फिर मिट्टी में मिल जाऊंगा। जो भी कहा था मैं वो करके दिखाऊंगा, इंडिया से हूँ खाली हाथ नहीं जाऊंगा। मैं जम के पकड़ झाड़ दूंगा, तुझको मैं उखाड़ दूंगा। जहाँ से तू आया है ना वहीं तुझे गाड़ दूंगा। तेरी जमीन पे आज तुझे ही पछाड़ दूंगा, झंडा इंडिया का बेटे गाड़ दूंगा। मुझे कोई परवाह नहीं, तुमको मैं दिखाऊं मुझे कोई परवाह नहीं। माँ ही मेरा रब है, मेरी माँ ही मेरा पीर, मेरी माँ के पैरों के अलावा कोई दरगाह नहीं। नाचूंगा नाचूंगा मुझको फितूर है, मैं नाचूंगा नाचूंगा दिल मजबूर है। आज की शाम मेरी माँ के है नाम, मेरी माँ मुझे देखेगी नाचना जरूर है। मैं जीतूं या हारूं मुझे नाचना जरूर है, मेरी माँ मुझे देखेगी नाचना जरूर है, नाचना जरूर है, मुझे नाचना जरूर है। माँ मुझे नाचना जरूर है, माँ मेरी देखेगी नाचना जरूर है, जरूर है। रंग केसर शूरा रंग सब्ज खिली फुलकारियां, ओ रंग चिट्टा नियत साफ
तीनों जान से प्यारे रंग तीनों जान से प्यारे रंग मेरी माई का रंग सच्चाई का हर अच्छाई का है माए 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 रंग तेरी रीत का रंग तेरी प्रीत का रंग तेरी जीत का ही छाए छाए कैसे मैं चुकाऊं तेरा एहसान माए तेरी चुनरिया लहराए जब तक मुझ में है जरा सी जान माई तेरी चुनरिया लहराए तेरा नाम है साजा वंदे मातरम वंदे ജെഡി 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 പൊളിച്ചു മക്കളെ പൊളിച്ചു. ഹീറോസ് ഓഫ് ഹരിയാന അല്ലേ? ഹീറോസ് ഓഫ് ഹരിയാന. JD എന്ന് പറയുമ്പോ തന്നെ ഇപ്പോ ഗ്രാൻഡ് മാജിക്കൽ സർക്കസില് എന്താ പറയാ, ഇവിടുത്തെ ഹീറോസ് ആണ്, നമ്മുടെ പ്രേക്ഷകരുടെ മുമ്പിലെ ഹീറോസ് ആണ് ഹരിയാനയിൽ നിന്ന് എത്തിയ നമ്മുടെ സ്വന്തം JD. നമ്മുടെ ഗവൺമെന്റ് ലോ കോളേജിലെ സുന്ദരന്മാരും സുന്ദരികളൊക്കെ ഇരിക്കുകയാണ്. എല്ലാവരും ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഓരോ തവണയും. രോമാഞ്ചമായിരുന്നു എല്ലാവർക്കും. അവരുടെ ഒരു ഫീലിംഗ് ചോദിച്ചു നോക്കാം ആ ചൂടോടെ തന്നെ. എങ്ങനെ ഉണ്ടായിരുന്നു ഈ JDയുടെ പെർഫോമൻസ്? എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ നല്ല പെർഫോമൻസ് ആയിരുന്നു. ഞങ്ങളൊക്കെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. ആണോ? പറയാൻ വാക്കുകളില്ല, ജസ്റ്റ് ഓസം. ഇവർ ഈ ബാലൻസ് ചെയ്യുന്നവരെ, താഴെ നിൽക്കുന്നവരെ സമ്മതിക്കണം. ബാലൻസ് ചെയ്യുന്നവർ മറിഞ്ഞ് താഴെ വീഴുമെന്നുള്ള പേടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ അവർ ചെയ്യുമെന്ന് അറിയാം, ഉറപ്പുണ്ടായിരുന്നു. आप लोग सही हीरोस है. थैंक यू सो मच. कितना टाइम लगेगा एक न्यू परफॉर्मेंस सेट करने के लिए? I mean, और नया परफॉर्मेंस सेट करने के लिए कितना टाइम लगेगा? एक 1 डे तो लग ही जाता है. one day? Seriously? हम लोग 5-6 साल से प्रैक्टिस कर रहे हैं, तो हम लोगों के पास मतलब जो भी एलिमेंट हम लोगों ने रेडी करके रख रखा है. अब जहाँ परफॉर्मेंस होता है हम उनको उसके अकॉर्डिंग लगा देते हैं, सिर्फ एलिमेंट्स को. उस हिसाब से हम लोग एक दिन में अपनी परफॉर्मेंस रेडी कर सकते हैं. വലിയൊരു കൈയടി കൊടുക്കാം. ഇവര് 5-6 വർഷമായിട്ട് എല്ലാവരും പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, റെഗുലർ പെർഫോമേഴ്സ് ആണ്. അവർക്ക് ഒരു ദിവസം മതി ഇത് സെറ്റ് ചെയ്യാൻ. വന്നിട്ട് ആ സ്റ്റേജ് കാണുമ്പോൾ ആ സ്റ്റേജിൽ എന്തൊക്കെ സാധ്യതകളുണ്ടെന്ന് നോക്കിയിട്ട് ആ സ്റ്റേജ് കണ്ടിട്ടാണ് അവർ തീരുമാനിക്കുക. കലേഷേട്ടാ, ഇതൊക്കെ കണ്ടിട്ട് എന്തൊക്കെയോ പറയാൻ റെഡി ആയിട്ട് ഒരാൾ ഞെട്ടിയിരിക്കുന്നുണ്ട്, നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റ്. അതെ, JDയുടെ പെർഫോമൻസ് ഇപ്പം സെക്കൻഡ് ടൈം ആണ് കാണുന്നത്. സൂപ്പർ, അഗെയിൻ സൂപ്പർ. എനിക്ക് ഇവർ ഈ തിരിഞ്ഞ് ഈ പിള്ളേരെ ഈ വലിച്ചെറിയുന്നതില്ലേ, അത് കാണുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോവുകയാണ്. ഞാൻ ഒന്ന് ഓടിപ്പോയി പിടിക്കാൻ, അല്ലേ, നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. ഇവിടുന്ന് എടുത്ത് അങ്ങോട്ട് എറിയുന്നു, അവിടുന്ന് എടുത്ത് ഇങ്ങോട്ട് എറിയുന്നു. അതാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. കിടിലം. എനിക്ക് നമുക്ക് മനസമാധാനത്തോടെ, ഇത് ഹോട്ട് സീറ്റ് ആയി പോവുകയാണ്. മനസമാധാനത്തോടെ ഒന്ന് ചാരി ഇരുന്ന് ഒന്ന് ആസ്വദിക്കാൻ പറ്റുന്നില്ല. അയ്യോ അയ്യോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു പോവുകയാണ്. അത്രയും ഓസം പെർഫോമൻസ്. JD, എല്ലാവർക്കും ഒരു സല്യൂട്ട്. ഇവർ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട്. താങ്ക് യു. അപ്പൊ ഇവരിനി വരണ്ടേ? വേണ്ടേ? നമുക്ക് ഒരുമിച്ച് പൊളിക്കണ്ടേ? പൊളിക്കണം. This is Grand Magical Circus powered by Kandam Kulathi Kunguma Chandanadi Fairness Oil and Amrita Bindu. നമ്മുടെ കഴിഞ്ഞ 2 എപ്പിസോഡുകളായിട്ട് നമ്മുടെ കൂടെ ഉണ്ട്. മുഴുവൻ അതിനകത്ത് സ്കിറ്റിലും എല്ലാത്തിനും ഒപ്പം കൂടി, ഈവൻ ജഗ്ലേഴ്സിന്റെ കൂടെ അവരുടെ ചുടുകട്ട എടുക്കാൻ കൂടി, എല്ലാത്തിനും വളരെ ഒരു, എനിക്ക് തോന്നുന്നു ഒരു സെലിബ്രിറ്റി ഇന്ന് ഇതുവരെ വന്നിട്ട് ഇത്രയും അവരുമായിട്ട് മിങ്കിൾ ചെയ്തിട്ടോ അങ്ങനെ എല്ലാവരുമായിട്ടും കൂടി
ജഗ്ലേഴ്സിന്റെ കൂടെ കൂടി, മെന്റലിസ്റ്റിന്റെ കൂടെ കൂടി. അതെ അതെ അതെ. എന്ന് എന്റെ വേ- രഹസ്യം എല്ലാം ചോർത്തിയെടുത്തു. അതെ, അതെ, അതെ. സകല രഹസ്യം മെന്റലിസ്റ്റ് പിടിച്ചോണ്ട് പിടിച്ചോണ്ട് പോവുകയും ചെയ്തു. അതെ. നമ്മൾ ആദ്യം ഒരു നാഷണൽ അവാർഡ് വിന്നറൊക്കെ ഇവിടെ വരുമ്പോൾ എനിക്ക് പേഴ്സണലി അറിയായിരുന്നു, പക്ഷെ പലരും വിചാരിച്ചു എങ്ങനെയായിരിക്കും ഇനി അവിടെ തന്നെ ഇരിക്കുമോ, അധികം മിംഗ്ലയില്ലേ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ എന്താ പറയാ, ഇപ്പൊ പ്രേക്ഷകർക്കും ഇവിടെ നമ്മുടെ കൂടെയുള്ള ഓഡിയൻസിനും എല്ലാവർക്കും എന്താണ് സുരഭി എന്നുള്ളത് മനസ്സിലായി. എനിക്ക് മനസ്സിലാവാത്ത കാര്യമാണ് പലപ്പോഴും നിങ്ങൾ പറയുന്നത്. ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് ശരിക്കും. അത് കൂടുതലിപ്പം അമിതമായിട്ടുള്ള വിനയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ല. ഞാനിപ്പോൾ ഇവിടെ അമൃത ടി വിക്കാരോട് ചോദിച്ചാൽ അറിയാം, പഴയ ഒരുപാട് ആളുകളുണ്ട്. അന്നും ഒന്നും ഒക്കെ ഞാൻ ഇങ്ങനെ തന്നെയാണ്. അത് അങ്ങനെ തന്നെ ആയിരിക്കാനുമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഈ ഒരു ഫ്ലോറിൽ നിന്ന് വന്നു, പിന്നെ എന്താ പറയുക, അതിലൂടെ ഇങ്ങനെ ഒഴുകി ഒഴുകി പോയി. കാരണം അമൃത ടി വിയുടെ ബെസ്റ്റ് ആക്ടറാണ്. ഒരു ആക്ടർ ആവുക എന്നുള്ള, അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് ആവുക എന്നുള്ള സ്വപ്നത്തിനെ ഊട്ടി ഉറപ്പിച്ചത്. പിന്നെ ഇത്രയും നേരം എൻ്റെ കൂടെ ഇടതും വലതും നിന്ന് എന്നെ പ്രോത്സാഹിപ്പിച്ച നിങ്ങൾക്ക് രണ്ടുപേർക്കും, പിന്നെ അമൃത ടിവിയുടെ എല്ലാ മെമ്പേഴ്സിനും, എൻ്റെ പിന്നെ എല്ലാ പ്രേക്ഷകർക്കും, എന്നെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം നിറഞ്ഞ നമസ്കാരം. അപ്പോ ഗ്രാൻഡ് മാജിക്കൽ സർക്കസിൽ ഇനി പാർട്ടി ടൈം. This is Grand Magical Circus powered by Kandamkulati Kunguma Chandana, the Fairness Oil and Amrita Bindu. Woo! ശൂരൻ പടയുടെ ചെമ്പട കൊട്ടിക്കോലം തുള്ളും താളം, വീരൻ പടയുടെ വൻമുടി ഏറ്റിക്കൊട്ടിക്കേറും താളം. ഇത് മുള്ളൻ കൊല്ലിക്കുന്നിൻ മേലെ കാവടി എന്തും മേളം, ഇന്നക്കരയുള്ളവൻ ഇക്കരയെത്തും തക്കിടി തക്കിലടി മേളം. ഇത് മാമല മേലെ സൂര്യനുദിക്കും പുലരിക്കതിരിൻ വെള്ളിത്തേര്, കാടും മലയും പുഴയും കടന്ന് കയറി വരുന്നൊരു വള്ളിത്തേരാണേ. വേൽമുരുകാ ഹരോഹരാ ഹോ, വേലായുധാ ഹരോഹരാ ഹോയ്, വേൽമുരുകാ ഹരോഹരാ ഹോ, വേലായുധാ ഹരോഹരാ. ശൂരൻ പടയുടെ ചെമ്പട കൊട്ടിക്കോലം തുള്ളും താളം, വീരൻ പടയുടെ വൻമുടി ഏറ്റിക്കൊട്ടിക്കേറും താളം. ഇത് മുള്ളൻ കൊല്ലിക്കുന്നിൻ മേലെ കാവടി എന്തും മേളം, ഇന്നക്കരയുള്ളവൻ ഇക്കരയെത്തും തക്കിടി തക്കിലടി മേളം. ഇത് മാമല മേലെ സൂര്യനുദിക്കും പുലരിക്കതിരിൻ വെള്ളിത്തേര്, കാടും മലയും പുഴയും കടന്ന് കയറി വരുന്നൊരു വള്ളിത്തേരാണേ. വേൽമുരുകാ ഹരോഹരാ ഹോ, വേലായുധാ ഹരോഹരാ ഹോയ്, വേൽമുരുകാ ഹരോഹരാ ഹോ, വേലായുധാ ഹരോഹരാ. മണ്ടത്തരം പറയാതിരിക്കും, അത് ഞങ്ങളുടെ പണിയാണ്. ഏത് മണ്ടത്തരം പറയല്ലോ. ഇത് ശരിയാവില്ല. അത് ഈ തമ്പ് ഞാൻ പൂട്ടിക്കും മോനെ. ഇവിടെ ഞാൻ നോക്കും, ഞാൻ പറഞ്ഞല്ലോ, എന്തെങ്കിലും ഭാഗപ്പഴയുണ്ടെങ്കിൽ തമ്പ് ഞാൻ പൂട്ടിച്ചിരിക്കും. വാനം തിളത്തിളക്കണ ഭൂമി പരപ്പരക്കണ ലോകം അതിരലിയണ കാലമിത്, ദൂരം അരികരികിൽ വേഗം ചിറകടിയിലും